മാനറപ്പ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, മണിരത്നം സംവിധാനം ചെയ്ത് കമൽഹാസൻ നായകനായിട്ട് പുറത്തിറങ്ങാനിരിക്കുന്ന സിനിമയാണ് തക്ലീഫ് എന്ന് പറയുന്ന സിനിമ. നമ്മൾ സിംബു ഒക്കെ ഒരു കേന്ദ്ര കഥാപാത്രമായിട്ട് ആ സിനിമയിൽ വരുന്നുണ്ട്. അപ്പോൾ ആ സിനിമയുടെ സ്റ്റോറി ഒരു ഡീകോഡ് ചെയ്യുന്ന പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഡീകോഡിംഗ് എന്ന് പറയുന്നതിനേക്കാളും നല്ലത് എൻ്റെ ഒരു പ്രഡിക്ഷനാണ്. നമ്മൾ തുടരുമിൻ്റെ ആ ഒരു ഡീകോഡിംഗ് പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഏകദേശം നമ്മൾ പറഞ്ഞ ആ ഒരു രീതിക്ക് തന്നെയാണ് ഒരു 50% അതിൻ്റെ ഒരു സ്റ്റോറി പൊക്കോണ്ടിരുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോയിലോട്ട് നമുക്ക് പോകാം. ശരിക്കും പറഞ്ഞാൽ തക്ലീഫ് എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ച് ഓവറായിട്ട് അവർ ആ സിനിമയുടെ കഥ എന്താണെന്നുള്ളത് കുറച്ച് ഒത്തിരി അധികം നമ്മളോട് പറഞ്ഞ പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതിൻ്റെ ആദ്യം തന്നെ ഇതിനകത്തെ ആ ട്രെയിലറിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇതുപോലെ കമൽഹാസൻ്റെ ഒരു ഡയലോഗുണ്ട്, നീ എന്നെ രക്ഷിച്ചു, അപ്പം നമ്മൾ രണ്ടുപേർക്കും മരണം പോലും ഒരുപോലെ വരത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരൊരിടത്ത് ഇരുന്നിട്ട് മണ്ണിങ്ങനെ വാരിയിടുന്ന ഒരു സംഭവം കാണിക്കുന്നുണ്ട്. ഒന്നെങ്കിൽ ആ ഒരു പയ്യൻ, അതായത് സിംബുവിൻ്റെ ഒരു അടുത്ത ആരോ മരിച്ചു ആ ഒരു സംഭവത്തിൽ. അപ്പം പക്ഷേ ആ സിംബു ആണ് കമൽഹാസനെ അവിടെ നിന്ന് രക്ഷിച്ചതും. കമൽഹാസൻ ചിലപ്പോൾ സിംബുവിനെയും രക്ഷിച്ചു കാണും. ആ ഒരു രീതിക്ക് അവർ രണ്ടുപേരും ഒരുപോലെ ആയിരിക്കും രക്ഷപ്പെട്ടത്. അതിനുശേഷം കമൽഹാസൻ ആണെങ്കിൽ നമ്മുടെ സിംബുവിനെ എടുത്ത് വളർത്തുകയും, അപ്പം പുള്ളിയാണെങ്കിൽ ഒരു അണ്ടർവേർഡ് ഡോൺ ആയിട്ടുള്ള ഒരു രീതിക്ക് പരിപാടിയൊക്കെ ഗ്യാങ്സ്റ്റർ സെറ്റപ്പിലുള്ള ഒരാളാണ്. അപ്പം പുള്ളി ഭയങ്കര സംഭവമാണ്. അപ്പോൾ ഈ പുള്ളിയെ ചെറുപ്പം പോലെ കണ്ട് പുള്ളിയെ പോലെ ആകണമെന്നൊക്കെ സ്ഥിരമായിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് തന്നെ ആ ഒരു രീതിക്ക് പോയി. ഒരു ഭാഗത്ത് വരുമ്പോഴത്തേക്കിനും സിംബുവിന് ഇതുപോലെ കമൽഹാസനോടൊരു വെറുപ്പ് തോന്നുകയും, ചിലപ്പോൾ അതിന് പല കാരണങ്ങളുണ്ടാകും, ഒരു വെറുപ്പ് തോന്നുകയും ആ വെറുപ്പിൻ്റെ പുറത്ത് പുള്ളിയുടെ സ്ഥാനത്തിലേക്ക് സിംബു വരണമെന്ന് ആഗ്രഹിക്കുകയും, അങ്ങനെ സിംബു ആണെങ്കിൽ കമൽ അറിയാതെ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് പുള്ളിക്കാരനെ ആണെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്നവരുമായിട്ട് തന്നെ പ്ലാൻ ചെയ്ത് കമൽഹാസനെ തീർക്കണം എന്നുള്ള രീതിക്ക് ഒരു ആക്സിഡൻറ്റിൽ കൂടെ പുള്ളിക്കാരനെ കൊലപ്പെടുത്തുകയും ചെയ്യുന്ന രീതിക്കായിരിക്കും ഈ സിനിമയിൽ കാണിക്കുന്നത്. കാരണം ഇതിലൊരു ആക്സിഡൻറ്റ് സീൻസിൽ കമൽഹാസൻ ആ ഒരു കാർ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ വണ്ടി ഇടിച്ച് പോകുന്ന സീൻസൊക്കെ ഒത്തിരി കാണിക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇതിലിപ്പം അങ്ങനെ നമ്മൾ വിചാരിക്കും കമൽഹാസൻ മരിച്ചെന്ന് വിചാരിക്കും, പക്ഷേ കമൽഹാസൻ അവിടെ മരിക്കുന്നില്ല. രണ്ടാമതൊരു ഇൻട്രോ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ മുടിയൊക്കെ വളർത്തിയുള്ള ഒരു ലുക്കിൽ കാണുന്നത്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ കാലഘട്ടത്തിൻ്റെ വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. സിംബുവിൻ്റെ ലുക്ക് മാറുന്നുണ്ട്. സിംബു കുറച്ചും കൂടെ പൈസയൊക്കെ ആയി പുള്ളി സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യുന്ന രീതിക്ക് ആകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിൽ നിൽക്കുമ്പം ഉലകനായകൻ, അതായത് നമ്മുടെ കമൽഹാസൻ്റെ ഒരു കംബാക്ക് കൊടുത്ത് സിംബുവായിട്ടുള്ള അവർ തമ്മിലുള്ള നേർക്കുന്നവരുള്ള പരിപാടി ആയിരിക്കും പിന്നെ അങ്ങോട്ട്. പിന്നെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്ലൈമാക്സ് ചിലപ്പം രണ്ടുപേരും മരിക്കുകയായിരിക്കും ചിലപ്പം. കാരണം ഇതിൻ്റെ ട്രെയിലറിനകത്തൊരു ഡയലോഗുണ്ട്, മരണം പോലും നമുക്ക് ഒരുമിച്ചായിരിക്കും വരണം എന്ന് പറയുന്നുണ്ട്. പിന്നെ കമൽഹാസൻ ആണെങ്കിൽ ഭയങ്കര സ്നേഹമായിട്ടാണ് നമ്മുടെ സിംബുവിൻ്റെ അടുത്ത് നിൽക്കുന്നത് കാണിക്കുന്നത്. അപ്പോൾ സിംബുവിന് പക്ഷേ അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല നമുക്ക്. സിംബുവിന് ഭയങ്കര സ്നേഹമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പുള്ളി സംസാരിക്കുകയാണെങ്കിൽ ഒരു സീരിയസ് ആയിട്ടൊക്കെയാണ് കൂടുതലായിട്ട് സംസാരിക്കുന്നത്. അപ്പം എന്തായാലും ഈ ഒരു രീതിക്കായിരിക്കും ഈ ഒരു സിനിമയുടെ കഥ പോകുന്നതാണ് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുള്ളൊരു കാര്യം. എനിക്ക് ഈ ഒരു ട്രെയിലർ കണ്ടപ്പോൾ ഇതിൻ്റെ സ്റ്റോറി ഈ ഒരു രീതിക്കായിരിക്കും പോകുന്നതാണ് തോന്നുന്നത്. പിന്നെ ഇങ്ങനെ തന്നെ ആകണമെന്നില്ല. നിങ്ങൾക്ക് ഈ ഒരു ട്രെയിലർ കണ്ടപ്പോൾ ഏതൊരു സ്റ്റോറി ഏത് രീതിക്കായിരിക്കും പോകുന്നതെന്നുള്ളൊരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ പറയാൻ മിസ്സായിപ്പോയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിൽ അശോക് സെൽവൻ ചെയ്ത ഒരു ക്യാരക്ടറുണ്ട്, അത് ഒരു പോലീസുകാരനാണെന്നാണ് നമുക്ക് തോന്നുന്നത് ആ ഒരു ഗെറ്റപ്പൊക്കെ കാണുമ്പോൾ. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നമ്മുടെ കമൽഹാസൻ്റെ ആ കമൽഹാസൻ മരിച്ചു എന്ന് പറയുമ്പോഴും പുള്ളി മരിച്ചിട്ടില്ല എന്നുള്ള രീതിക്ക് പുള്ളി അന്വേഷിച്ച് പോകുന്ന രീതിക്കത്തെ ഒരു ക്യാരക്ടറായിരിക്കാം നമ്മുടെ അശോക് സെൽവൻ്റെ ക്യാരക്ടറും. അപ്പം ഈ ഒരു രീതിക്കായിരിക്കാം ഈ ഒരു സിനിമയുടെ സ്റ്റോറി പോകുന്നത്. എന്തായാലും ഒരു ക്ലീഷേ ടെംപ്ലേറ്റ് ആണെങ്കിലും നല്ല രീതിക്ക് തന്നെ മേക്കിങ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പോകാൻ പറ്റിയ ഒരു പടം തന്നെ ആയിരിക്കും ഈ ഒരു സിനിമ. എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.